ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാം, ഇതൊരു സ്റ്റാർ ഡ്രിവൺ സിനിമയല്ല, കോണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. മഹേഷ് നാരായണൻ സംവിധാനത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന, അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന ഒരു കോണ്ടന്റ് ഓറിയന്റഡ് ഫിലിമാണ് പാട്രിയോട്ട്. മമ്മൂക്ക ഡാനിയൽ എന്ന കഥാപാത്രത്തിലാണ് വരുന്നത്. ലാലേട്ടൻ റഹീം നായക് എന്നൊരു കഥാപാത്രത്തിൽ വരുന്നു. ഫഹദ് ഫാസിൽ ശക്തി എന്നൊരു കഥാപാത്രത്തിൽ വരുന്നു. കുഞ്ചാക്കോ ബോബൻ വേറൊരു കഥാപാത്രത്തിൽ വരുന്നു. മൈക്കിൾ എന്നൊരു കഥാപാത്രത്തിൽ. അപ്പോൾ സിനിമ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് സെക്കൻഡ് ഹാഫിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ടു ബി ഓണസ്റ്റ്, സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. ബട്ട് ഞാൻ അതാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു സ്റ്റാർ ഡ്രിവൺ സിനിമയല്ല, കോണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. അപ്പോൾ പലതും ത്യജിക്കേണ്ടി വരും, പല ആരാധകരും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അതാണ് ഞാൻ തുടക്കത്തിലേ കാണിച്ചത്. ഒരു സോഷ്യൽ എലിമെന്റ് വരുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ പർപ്പസ് വരുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. അതായത് അതിൻ്റെ ഒരു കോർ കണ്ടന്റ് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയേക്കാം. എന്നാലും ഞാനൊരു ചെറിയ രീതിക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഈ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അങ്ങനെ സംഭവത്തിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ആ ലാപ്ടോപ്പിലേക്ക് അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ നേടുവാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്കുണ്ടാവുന്നു. അതുമായിട്ട് ഇവർ കാശ് കടം ചോദിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ കണ്ട ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. എന്നിരുന്നാലും അവർ ഇതുപോലുള്ള രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ രീതിയിലേക്ക് എടുത്തിട്ടുണ്ട്. മഹേഷ് നാരായണൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഥ നീങ്ങുന്ന ഒരു സിനിമയും കൂടിയായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ ഈ മമ്മൂക്കയുടെ പെർഫോമൻസ് സൂപ്പർബായിരുന്നു. ബട്ട് ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പലപ്പോഴും മമ്മൂക്കയ്ക്ക് വയ്യാത്ത പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ആ ഒരു ക്യാരക്ടർ പോകുന്നത് അങ്ങനെയാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു റോള് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ പോകുന്നത് അങ്ങനെയാണ് ആ സിനിമയിൽ. ബട്ട് എന്നിരുന്നാലും എനിക്ക് ഒരു വയ്യാത്ത ഫീല് തോന്നി. മമ്മൂക്കയ്ക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് എന്തോ ഡബിളായിട്ട് വയ്യാത്ത പോലെ തോന്നി. ആൻഡ് ഈവൻ ലാലേട്ടനിലേക്ക് വരുമ്പം ലാലേട്ടൻ സെക്കൻഡ് ഹാഫിലേക്കാണ് തുടക്കത്തിലെ തൊട്ട് വരുന്നത്. നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ്, ഒരു ക്യാമിയോ റോൾ അപ്പിയറൻസ് ആണ്. ബട്ട് പറഞ്ഞ അത്ര സമയമോ സ്ക്രീൻ സ്പേസോ ഇല്ല, കുറച്ച് ടൈമുകളേ ഉള്ളൂ. ബട്ട് നല്ല റോള് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ, ആ ഒരു സ്ക്രീൻ ഷെയർ, ആ ഒരു സ്ക്രീൻ പ്രസൻസ്. അതായത് ലാലേട്ടനും മമ്മൂക്കയും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന സീനുകളുണ്ട്. അവർ തമ്മിൽ കണ്ണുകൾ തമ്മിൽ വികാരങ്ങൾ, അതായത് അവരെ വിഷമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യങ്ങൾ കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് അവർ തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് ടു ബി ഓണസ്റ്റ് പേഴ്സണലി നല്ല ഫീലായി. കാരണം അവർ തമ്മിൽ ഇങ്ങനെ വിഷമം പറയുമ്പോൾ രണ്ടുപേരുടെ കണ്ണ് നിറയുന്നത്, വിഷമിക്കുന്ന ആ ഒരു മുഖങ്ങളുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഫീലായി. ചിലപ്പോൾ അവർ നമ്മളെ നന്നായിട്ട് അവരെ സിനിമകളെ കാണുന്നുകൊണ്ട് കണക്റ്റ് ആയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് സിനിമയിലേക്ക് വരുമ്പം, മറ്റു കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഫഹദ് ഫാസിൽ വില്ലൻ വേഷമാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രെയിലർ കണ്ടവർക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ വില്ലൻ വേഷം ഫഹദ് ഫാസിൽ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറാക്കാതെ ചളാക്കാതെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതും നമ്മൾ കണ്ട ഒരു പാറ്റേൺ തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയൊരു പാറ്റേണിലൊന്നും അല്ല വില്ലനിസം പോകുന്നത്. ചില സമയങ്ങളിൽ അതായത് മമ്മൂക്ക ലാലേട്ടനെ മതിരി കടക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. ക്ലൈമാക്സിൽ മമ്മൂക്കയോടൊപ്പം ഫാദർ ഒരു സ്കോർ ചെയ്യുന്നൊരു സീനുണ്ട്, അത് കൊള്ളായിരുന്നു. ആൻഡ് കുഞ്ചാക്കോ ബോബനിലേക്ക് വരുമ്പം പുള്ളിയും നല്ല രീതിക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് കോണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. എപ്പോഴും ഹൈ മൊമെന്റ്സും അല്ലെങ്കിൽ മാസ് മൊമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. സിനിമ കോണ്ടന്റ് ആയിട്ട് പോകും. ആ ഇടയ്ക്കും തുള്ളിക്കൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്ക് മാത്രം, കോണ്ടന്റിന് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അതുപോലുള്ള ഹൈ സീൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. കോണ്ടന്റ് ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും സിനിമയിൽ പോകും. പിന്നെ നയൻതാര ഉണ്ട്, രേവതി ഉണ്ട്. രേവതിയാണ് ഇതിന്റെ ഫസ്റ്റ് വിക്ടിം ഒക്കെ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സുഷിൻ ശ്യാമാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. സൂപ്പറായിട്ട് തന്നെ ആ ഒരു BGM കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ സുഷിന്റെ മറ്റു മമ്മൂട്ടി സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ആ റാങ്കിങ്ങിലൊന്നും വരില്ല, ഏറ്റവും ലാസ്റ്റ് റാങ്കിങ്ങിലേ വരൂ. ഇപ്പം ഗ്രേറ്റ് ഫാദർ ആയാലും അല്ലെങ്കിൽ ഭീഷ്മ പർവ്വ ആയാലും അതെല്ലാം സുഷിൻ ചെയ്തു വെച്ചത് കിടിലൻ മ്യൂസിക്കുകളാണ്. ചിലപ്പോൾ കോണ്ടന്റ് ഡ്രിവൻ ആയതുകൊണ്ടായിരിക്കും. ബട്ട് എന്നിരുന്നാലും ഈ സിനിമയിൽ നല്ല പോലെ തന്നെയാണ് സുഷിൻ ശ്യാം മ്യൂസിക് നൽകിയിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ്, റിട്ടേൺ, ഡയറക്ടർ എല്ലാം
എല്ലാം മഹേഷ് നാരായണനാണ്. പുള്ളി അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ ഒരു കോണ്ടന്റ് ഡ്രിവൻ സിനിമ എടുക്കുന്ന ആളാണ്. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ്. സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും വൺ ഹൈപ്പ്, വൺ മാസ് മൊമെന്റ്സ്, ഹൈ എലമെന്റ്സ് ഒന്നുമില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ലാലേട്ടൻ ആരാധകർ തീർച്ചയായിട്ടും നിരാശരാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, ഇത് ഈ സിനിമയെ കണ്ടെടുത്തോളം. ബട്ട് എന്നാലും ഞാൻ പറയുന്നത് ഒരു കോണ്ടന്റ് ഡ്രിവൻ സിനിമയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത. മൊത്തത്തിൽ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കോണ്ടന്റ് ആയാലും ആ കോണ്ടന്റ് ഡ്രിവൻ ആയിട്ട് പോകുന്ന ആ രീതി ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് ലാലേട്ടന്റെ റോളുകളും കാര്യം വരുമ്പോൾ അവസാനം ലാലേട്ടന് ഒരു സംഭവം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും എത്രമാത്രം അക്സെപ്റ്റബിൾ ആവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അത് എത്രമാത്രം എല്ലാവർക്കും ആ ഒരു തീഷ്ണതയെ വരവേൽക്കാതെ വിട്ടുകളയാൻ പറ്റുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. മൊത്തത്തിൽ ഈ പടം എനിക്ക് നന്നായിട്ട് വർക്കായി. ഒരു സിമ്പിൾ പടം. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇത്രയും തന്നെയാണ്. ഞാൻ ഭയങ്കരമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇവർ രണ്ടുപേരെയും സ്ക്രീനിൽ കാണുക, ഇവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ആ ഒരു കണക്ഷൻ എനിക്ക് നന്നായിട്ട് വർക്കായി. അത് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് നന്നായിട്ട് എനിക്ക് എന്താ പറയുക, എനിക്കും ഇമോഷണൽ ഫീൽ വന്നു ആ സമയം. ആൻഡ് മൊത്തത്തിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കാണാം. രണ്ടുപേരുടെയും ഒരു പെർഫോമൻസ് ഉണ്ട്. മമ്മൂക്കയെ കാണിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ആ സിനിമയിൽ കുറച്ച് ഇന്റൻഷനലി ആയിട്ട് ഒരു സീക്രട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് ട്രെയിലർ. യൂട്യൂബും കാര്യങ്ങളും, യൂട്യൂബർ വിമതൻ എന്നൊരു പേരുള്ള യൂട്യൂബറാണ്. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ആൻഡ് അബ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോഷ്യലി എലമെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണ് ഇത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതൊരു സ്റ്റാർ ഡ്രിവൻ സിനിമയല്ല, കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണ്.